വീണ്ടും നമുക്ക് ദൈവത്തിന് മുന്നിൽ കടന്നു വരുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യാം. സഹസ്രാബ്ദ വാഴ്ച എന്ന വിഷയത്തെ കുറിച്ച് നാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പഴയ നിയമത്തിൽ വളരെ വിശദമായി വിശദീകരിക്കുന്ന വളരെ ഏറെ വിശദീകരിക്കുന്ന ഒരു വിഷയമാണ് സഹസ്രാബ്ദ വാഴ്ച. പുതിയ നിയമത്തിൽ ആ വിധത്തിൽ വിശദമായി പറഞ്ഞിട്ടില്ലെങ്കിലും 1000 ആണ്ട് കർത്താവ് ഭൂമിയിൽ ഭരിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. ആ കാലയളവിനെ കുറിച്ച് പറയുന്നത് പുതിയ നിയമത്തിൽ മാത്രമാണ്. പഴയ നിയമത്തിൽ കാലയളവിനെ കുറിച്ച് പറയുന്നില്ല. അതുകൊണ്ടാണ് സഹസ്രാബ്ദ വാഴ്ച എന്ന് നാം പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സഹസ്രാബ്ദ വാഴ്ചയുടെ ഭരണരീതിയെ കുറിച്ച് പറഞ്ഞു. അഥവാ ലോകം വ്യാപകമായി ദൈവം കർത്താവായ യേശു ക്രിസ്തു രാജാതി രാജാവായി വാഴും. യെരുശലേം അതിന്റെ ക്യാപിറ്റൽ ആയിരിക്കും, വേൾഡ് ക്യാപിറ്റൽ ആയിരിക്കും. ലോകത്തിന്റെ പാർലമെന്റ് യെരുശലേമിലായിരിക്കും. യെരുശലേമിൽ നിന്നുകൊണ്ട് കർത്താവ് സർവ്വലോകത്തെയും ഭരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. അന്ന് യാതൊരു വിധമായ യുദ്ധം ഉണ്ടാകില്ല, സമാധാനമായിരിക്കും എവിടെയും കാണുവാൻ കഴിയുന്നത്. എന്ന് മാത്രമല്ല, എല്ലാ രംഗത്തും ദൈവിക നീതി പ്രകടമായി കാണുവാൻ കഴിയും. എന്താണോ മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടത്, അതിന്റെ മിക്കതും സഹസ്രാബ്ദ വാഴ്ചയിൽ വീണ്ടും കിട്ടുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. എല്ലാം കിട്ടുന്നില്ല. ഏദൻ തോട്ടത്തിൽ മരണമുണ്ടായിരുന്നില്ല, എന്നാൽ സഹസ്രാബ്ദ വാഴ്ചയിൽ മരണമുണ്ട്. അപ്പോൾ എല്ലാം ആയിരിക്കില്ല, മിക്കവാറും കാര്യങ്ങളെല്ലാം സഹസ്രാബ്ദ വാഴ്ചയിൽ വീണ്ടും വരുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവം കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അവൻ വാഴുവാൻ പോകുന്നു. ആ വാഴ്ചക്കാലത്ത് എത്രമാത്രം സന്തോഷകരമായ ജീവിതമായിരിക്കും എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. മരണം ഉണ്ടാകും എന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറയുകയുണ്ടായി. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഞാൻ ഊന്നി പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. മരണം ദുഷ്ടന്മാർക്ക് മാത്രമാണുള്ളത്. അവൻ ദുഷ്ടന്മാരെ രാവിലെ തോറും നീക്കിക്കളയുന്നു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദുഷ്ടന്മാർ മാത്രമാണ് സഹസ്രാബ്ദ വാഴ്ചയിൽ മരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ദീർഘമായ ആയുസ്സാണുള്ളത്. ആരെങ്കിലും മരിക്കുന്നതെങ്കിൽ ബാലനായിട്ട് ആരും മരിക്കില്ല എന്നാണ് പറയുന്നത്. യെശയ്യാപ്രവചനം 65:20 മുതൽ 22 വരെ വാക്യങ്ങൾ മനുഷ്യന്റെ ആയുസ് വൃക്ഷങ്ങളുടെ ആയുസ് പോലെ വളരെയേറെ വർദ്ധിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. അവിടെ പറയാ ഒരു കുട്ടി മരിച്ചു എന്ന് പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു ആ വയസ്സ്, കുട്ടിയുടെ വയസ്സ് എത്ര ആണെന്ന് ചോദിക്കുമ്പോൾ 100 വയസ്സ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 100 വയസ്സുള്ളവൻ ബാലനാണ്. എന്നാൽ അവൻ മരിക്കുന്നതിന് കാരണവും അവിടെ പറയുന്നുണ്ട്. പാപിയായതുകൊണ്ടാണ് മരിക്കുന്നത്. ഇതിൽ നിന്നും പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ഒന്ന്, സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം ദുഷ്ടന്മാരുടെ പുനരുത്ഥാനം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. നീതിമാന്മാർ അവിടെ മരിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു പുനരുത്ഥാനം ഉണ്ടാകുകയില്ല. അതുകൊണ്ടാണ് പുനരുത്ഥാനത്തെ രണ്ടായി വായിക്കുന്ന. ഒന്നാമത്തെ പുനരുത്ഥാനം, രണ്ടാമത്തെ പുനരുത്ഥാനം. 1000 ആണ്ട് വർഷത്തിന് മുൻപ് നടക്കുന്ന അനേകം പുനരുത്ഥാനങ്ങളുണ്ട്. ആ കർത്താവിന്റെ പുനരുത്ഥാനം മുതലുള്ള ആ പുനരുത്ഥാനം, എല്ലാ പുനരുത്ഥാനവും ഒന്നിച്ചു ചേർത്ത് പറയുന്നതാണ് ഒന്നാമത്തെ പുനരുത്ഥാനം എന്ന് പറയുന്നത്. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാർ. നാം കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെയാണ് അവസാനിപ്പിച്ചത്. എന്നാൽ രണ്ടാമത്തെ പുനരുത്ഥാനം അത് ദുഷ്ടന്മാരുടെ പുനരുത്ഥാനമാണ്. വെള്ളസിംഹാസനത്തിന് മുന്നിൽ നിൽക്കുവാനായിട്ട്, ദുഷ്ടന്മാരെ ന്യായം വിധിക്കുവാനായിട്ട് ദുഷ്ടന്മാർ ഉയർത്തെഴുന്നേൽക്കും. അത് 1000 ആണ്ട് വർഷത്തിന് ശേഷം മാത്രമായി. ഇത് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതായതുകൊണ്ട് ഞാൻ അതിൽ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ഇന്നത്തെ ധ്യാനത്തിനായിട്ട് യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. യെശയ്യാപ്രവചനം 11-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. നീതി അവന്റെ നടുക്കെട്ടും വിശ്വസ്തത അവന്റെ അരക്കച്ചയുമായിരിക്കും. ചെന്നായി കുഞ്ഞാടിനോട് കൂടെ പാർക്കും. പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോട് കൂടെ കിടക്കും. പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. പശു കരടിയോടുകൂടെ മേയും. അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും. സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. മുല കുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ പോതിങ്കൽ കളിക്കും. മുലകുടി മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈയിടും. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കയാൽ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല.
ഇവിടെ അന്നാളി അതോടോ 10-ാം വാക്യം. അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന ഈശായി വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും. അവന്റെ വിശ്രാമ സ്ഥലം മഹത്വമുള്ളതായിരിക്കും. അവിടെ ശ്രദ്ധിക്കുക, അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായ നിൽക്കുന്ന ഇശായി വേരായവനെ, അഥവാ യേശുക്രിസ്തുവിനെ, അതാണ് ഇശായിയുടെ വേരാണ് യേശുക്രിസ്തു. ഇശായി വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും. കർത്താവ് അന്ന് ഏറ്റവും ശ്രേഷ്ഠനായിരിക്കും എന്നാണ് ഇവിടെ ചൊല്ലുന്നത്. ഈ 11-ാം അധ്യായം നാം പ്രാരംഭം മുതൽ വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു എങ്ങനെയാണ് സഹസ്രാബ്ദ വാഴ്ചയിൽ വാഴുവാൻ പോകുന്നത്, സഹസ്രാബ്ദ വാഴ്ചയിൽ എന്തൊക്കെയായിരിക്കും നടക്കുന്നത് എന്ന കാര്യത്തിനെ കുറിച്ച് വളരെ മനോഹരമായി വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ നാം വായിച്ച 9-ാം വാക്യത്തിൽ കാണുന്നത്, സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കും. അവിടെ കിടന്ന് യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് ഭൂമി നിറയും എന്നാണ് നാം ഇവിടെ കാണുവാൻ കഴിയുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ഏറ്റവും നല്ല ഒരു ഭരണ സംവിധാനമായിരിക്കും അന്നുണ്ടാകുന്നത്. കേരളക്കരയിലെ നാം സാധാരണ പറയുന്നത് പോലെ ഓണാഘോഷത്തിൽ പറയുന്നത് മാവേലി നാട് വാണിയിടും കാലം എന്ന് പറയുന്നത്, മാവേലിയുടെ നാടും ഇതുമായിട്ട് താരതമ്യപ്പെടുത്താനേ കഴിയുകയില്ല. ഇതിനേക്കാൾ മാവേലിയുടെ നാടിനേക്കാൾ എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഏറ്റവും അതൊരു ഒരു ഒരു സങ്കല്പിക കഥയാണെങ്കിൽ ഇത് യഥാർത്ഥമായി നടക്കുവാൻ പോകുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ കാലഘട്ടം നാം വിചാരിക്കുന്നതിനേക്കാൾ എല്ലാം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാലഘട്ടമായിരിക്കും. അന്ന് നോളജ് വിൽ ഇൻക്രീസ്, അഥവാ പരിജ്ഞാനം വളരെയേറെ ഉണ്ടാകും. അന്നാളിൽ എല്ലാവരും ഭൂമി മുഴുവനും യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് നിറയുന്നതായിട്ട് കാണുവാൻ കഴിയും. അതാണ് യെശയ്യാപ്രവചനം 11:9 കാണുന്നത്. 2:3 അത് തന്നെ നമുക്ക് കാണുവാൻ കഴിയും. 2:3 വായിക്കുക. യെശയ്യാ 2:3 ചില വാക്യങ്ങൾ വായിക്കേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ട് പ്രത്യേകം വായിച്ച് സഹായിക്കുക. അനേക വംശങ്ങളും ചെന്ന് വരുവിൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക്, യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കയറി ചെല്ലാം. അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യും എന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. ദൈവത്തിന്റെ വചനം, അഥവാ ക്യാപിറ്റൽ സിറ്റി, അഥവാ ലോകത്തിന്റെ ക്യാപിറ്റലായ യെരൂശലേമിൽ നിന്നും ദൈവത്തിന്റെ പരിജ്ഞാനം ലോകം മുഴുവനും വർദ്ധിക്കും. ഈ കാലഘട്ടത്തിൽ പൊതുവെ വിശ്വസിക്കുന്നത് ഭാഷയുടെ പ്രശ്നങ്ങളെല്ലാം മാറുമെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ലെങ്കിലും പല വേദപണ്ഡിതാക്കളുടെ അഭിപ്രായത്തിൽ അന്ന് ഒരു യുണൈറ്റഡ് യൂണിവേഴ്സൽ ലാംഗ്വേജ് ആയിരിക്കും ഉണ്ടാകുന്നത് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതിന് സഫന്യാവിന്റെ പുസ്തകത്തിൽ നിന്നാണ് അവർ ഉദ്ധരിക്കുന്നത്. സഫന്യാവിന്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ. ആ വാക്യത്തിൽ നിന്നും വേദപണ്ഡിതാക്കളുടെ അഭിപ്രായത്തിൽ ഒരുപക്ഷെ അന്ന് യൂണിഫൈഡ് യൂണിവേഴ്സൽ ലാംഗ്വേജ്, ഐക്യമായ ഒരു ഭാഷ ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. 3:9 അപ്പോൾ സകല ജാതികളും യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് ഏക മനസ്സോടെ അവനെ സേവിക്കേണ്ടതിന് ഞാൻ അവർക്ക് നിർമ്മലമായുള്ള അധരങ്ങളെ വരുത്തും. അവിടെ പറയുന്നത് ഏക മനസ്സോടെ സേവിക്കേണ്ടതിന് ഞാൻ അവർക്ക് നിർമ്മലമായുള്ള അധരങ്ങളെ വരുത്തും എന്ന് പറയുന്നത് ഏക ഭാഷയെ കുറിച്ചാണ് പറയുന്നതെന്ന് വേദപണ്ഡിതാക്കളുടെ അഭിപ്രായമാണ്. അത് ഒരുപക്ഷെ എല്ലാ ഭാഷകളും, അഥവാ എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാകുന്ന വിധത്തിലായിരിക്കും ഭാഷയുടെ ക്രമീകരണം. നമുക്കറിയാം, ഭാഷ തിരിയുവാനുള്ള കാരണം ബാബിലോണിലാണ്. ബാബേലിൽ വെച്ച് അവിടെയാണ് ഭാഷ ദൈവം കലക്കിക്കളഞ്ഞതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ പെന്തക്കോസ്ത് നാളിൽ ആ കലങ്ങിയ ഭാഷകളെല്ലാം ഒന്നായി എല്ലാവർക്കും മനസ്സിലായതായിട്ട് കാണുന്നുണ്ട്. ദൈവാത്മാവ് സർവ്വർക്കും മനസ്സിലാകുന്ന വിധത്തിലുള്ള ഭാഷ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. എല്ലാവരും അന്യഭാഷകളിൽ പറഞ്ഞു, എന്നാൽ കേട്ടവർക്ക് തങ്ങളുടെ ഭാഷകളിൽ നിന്ന് മനസ്സിലായി എന്ന് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ഭാഷയുടെ പ്രശ്നങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് പലരും വിചാരിക്കുന്നുണ്ട്.
അന്നത്തെ കൃഷി എങ്ങനെയായിരിക്കും? കൃഷിക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഭരണഘടനയായിരിക്കും സഹസ്രാബ്ദ വാഴ്ച. വളരെയേറെ കൃഷി ഉണ്ടായിരിക്കും. കൃഷി ഏറ്റവും പ്രൊമോട്ട് ചെയ്യുന്ന സ്ഥലമായിരിക്കും. നമുക്ക് വായിക്കാൻ കഴിയുന്ന കൃഷിയും മൃഗങ്ങളെ വളർത്തുന്നു, കാറ്റൽ റെയറിംഗ് വളരെ ഉണ്ടായിരിക്കും. യെശയ്യാ പ്രവചനം 30-ാം അധ്യായം 23-ാം വാക്യം വായിക്കുക. നീ നിലത്ത് വിതയ്ക്കുന്ന വിത്തിന് മഴയും നിലത്തിലെ വിളവായ അപ്പവും അവൻ നിനക്ക് തരും. അത് പുഷ്ടിയും സമൃദ്ധിയും ഉള്ളതായിരിക്കും. അന്ന് നിന്റെ കന്നുകാലികൾ വിസ്താരമായ മേച്ചിൽപ്പുറങ്ങളിൽ മെയ്യും. ഇവിടെ കാണുന്നുണ്ട്, കന്നുകാലികൾ വളരെയേറെ മെയ്യും. വളരെയേറെ സമൃദ്ധിയായ വളർച്ച എന്ന് പറഞ്ഞാൽ വളരെ അഗ്രികൾച്ചർ വളരെയേറെ വർദ്ധിക്കും. 72 സങ്കീർത്തനം 72:16 വായിക്കുക. ദേശത്ത് പർവ്വതങ്ങളുടെ മുകളിൽ ധാന്യ സമൃദ്ധി ഉണ്ടാകും. അതിന്റെ വിളവ് ലെബാനോനെ പോലെ ഉലയും. ധാന്യ സമൃദ്ധി ഉണ്ടാവും. അത് മതി. യെശയ്യാ 7:21-22 കൂടെ വായിക്കാൻ വേണമെങ്കിൽ. അന്നാളിൽ ഒരുത്തൻ ഒരു പശുക്കിടാവിനെയും 2 ആട്ടിനെയും വളർത്തും. അവയെ കറന്നു കിട്ടുന്ന പാലിന്റെ പെരുപ്പം കൊണ്ട് അവൻ തൈരു തന്നെ കൊറ്റുകഴിക്കും. ദേശത്ത് ശേഷിക്കുന്ന ഏവരുടെയും ആഹാരം തൈരും തേനും ആയിരിക്കും. ശ്രദ്ധിക്കുക, മിൽക്ക് പ്രൊഡക്ഷൻ വളരെയേറെ വർദ്ധിക്കും. കനാൻ ദേശത്തെ കുറിച്ച് നാം പറയുന്നത് പാലും തേനും ഒഴുകുന്ന ദേശമെന്നാണ്. അതിന്റെ കാരണം പാലും തേനും ഒഴുകുന്നു എന്ന് നാം സാധാരണ പറയാറുണ്ട്. നമ്മുടെ വിചാരം, കുട്ടിക്കാലത്ത് അത് ഞാൻ വായിക്കുമ്പോ എന്റെ എല്ലാം വിചാരം എന്താണ്, യെരൂശലേമിൽ ചെന്നാൽ, പലസ്തീനിൽ ചെന്നാൽ, വാഗ്ദത്ത ഭൂമിയിൽ ചെന്നാൽ അവിടെ എല്ലാം പാൽ ഒഴുകുകയാണ്, തേൻ ഒഴുകുകയാണെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതിന്റെ അർത്ഥം അതല്ല. അതൊരു പ്രത്യേക ടെക്നിക്കൽ ടേമാണ്. ഇടയന്മാർ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് പാലും തേനും ഒഴുകുന്ന സ്ഥലം എന്ന് പറയുന്നത്. പാലും തേനും ഒഴുകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വളരെയേറെ ഗ്രാസ് ലാൻഡ്സ് അഥവാ പച്ച പുൽപ്പുറങ്ങളുള്ള സ്ഥലം എന്നാണ് അർത്ഥം. ദൈവം ഇസ്രായേലിന് കൊടുത്ത സ്ഥലം വളരെയേറെ പച്ച പുൽപ്പുറങ്ങളുള്ള സ്ഥലമാണ്. കാരണം അവർ ഇടയന്മാരാണ്. ഇടയന്മാർക്ക് ആടുകളെ മേയ്ക്കണം. ആടുകളെ മേയ്ക്കുവാൻ പച്ച പുൽപ്പുറങ്ങൾ ആവശ്യമാണ്. അപ്പോൾ പച്ച പുൽപ്പുറങ്ങൾ ധാരാളമുള്ള സ്ഥലത്തേക്ക് ആടുകളെ വിട്ടു കഴിഞ്ഞാൽ എന്താണ്, ആടുകൾ ഒരുപാട് ആഹാരം കഴിക്കും. ആടുകൾ ധാരാളം ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ധാരാളമായി പാലുണ്ടാകും. ഇവിടെ ഏതാണ് പറയുന്നത്, ധാരാളമായി എന്ന് പാലുണ്ടാകും. ഒരാൾക്ക് ഒരു ആട്, ഒരു മൃഗം മതി. അവർക്ക് അനേകം മൃഗങ്ങളൊന്നും വേണ്ട. അതുകൊണ്ട് അവർക്ക് ഉപജീവനത്തിനുള്ള മാർഗമുണ്ട്. അപ്പോൾ പച്ച പുല്ലുകൾ ഒരുപാട് ഉണ്ടായിക്കഴിഞ്ഞാൽ ധാരാളമായ പാലുണ്ടാകും. അതാണ് പാൽ ഒഴുകുന്ന ദേശം എന്ന് പറയുന്നതിന്റെ അർത്ഥം. 2, പച്ചപ്പുല്ലുകൾ വളർന്നു വന്നാൽ രണ്ടാമത്തെ കാര്യം അവിടെ പൂക്കൾ ഉണ്ടാകും. പൂക്കൾ ഉണ്ടായാൽ ആര് വരും? തേനീച്ച വരും. തേനീച്ച വന്നാൽ തേൻ ഒരുപാടുണ്ടാകും. അതാണ് തേനും പാലും തേനും ഒഴുകുന്ന ദേശം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പച്ച പുൽപ്പുറങ്ങളുള്ള സ്ഥലം എന്നാണ്. അനേകമായ മൃഗങ്ങളെ അവരെ സംരക്ഷിക്കുവാൻ ഇടയായിത്തീരും. അതാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. എന്ന് മാത്രമല്ല, ആ കാലഘട്ടത്തിൽ കൺസ്ട്രക്ഷൻ വർക്ക്, കെട്ടിടം പണി ധാരാളമായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. യെശയ്യാ പ്രവചനം 65:21-22 വായിക്കുക. അവർ മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കും. അവർ പണിക മറ്റൊരുത്തൻ പാർക്ക എന്ന് വരികയില്ല. അവർ നടുക മറ്റൊരുത്തൻ തിന്നുക എന്നും വരികയില്ല. എന്റെ ജനത്തിന്റെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസ് പോലെയാകും. എന്റെ വൃതന്മാർ തന്നെ തങ്ങളുടെ അധ്വാന ഫലം അനുഭവിക്കും. അവർ വൃത അധ്വാനിക്കയില്ല. ഇല്ല, അവിടെ പറയുന്നത് നമുക്ക് വായിക്കാം. അവിടെ പറയുന്നത് അവർ വീടുകളെ പണിത് പാർക്കും. അപ്പോൾ വീടുകൾ ധാരാളമായി പണിയാനുള്ള സാധ്യതയുണ്ട് എന്ന് ഈ വേദഭാഗത്ത് കാണുവാൻ കഴിയുന്നു. എന്ന് മാത്രമല്ല, ആ കാലഘട്ടത്തിൽ ഫിഷറി ഡെവലപ്മെന്റ്, ഫിഷറി സയൻസ് വളരെയേറെ, മീൻപിടുത്തം വളരെയേറെ ഉണ്ടാകും. പ്രത്യേകിച്ച് ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് ഒരു നദി പുറപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ആ നദി ചാവുകടലിലേക്ക് ചെല്ലും. ആ നദി പോകുന്നിടത്തെല്ലാം ജീവൻ ഉണ്ടാകുമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എസ്കേലിന്റെ പ്രവചനോ 47-ാം അധ്യായം അതിന്റെ ആരംഭം മുതൽ വായിക്കുമ്പോൾ ആ നദിയുടെ പുറപ്പാടിനെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പുറപ്പെടുന്ന നദിയാണ്. ആ നദി തീരത്ത് നിന്നുകൊണ്ട്
ഫിഷർമെൻ അഥവാ മീൻപിടുത്തക്കാർ മീൻ പിടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. 47-ാം അധ്യായം 9-ഉം 10-ഉം വാക്യം വായിക്കുക, അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യവും ഉണ്ടാകും. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും അത് പഥ്യമായി തീർന്നിട്ട് സകലവും ജീവിക്കും. കാണുന്നത് ജീവൻ ഉണ്ടാകും. അവിടെ അടുത്ത വാക്യങ്ങളോട് വായിക്കുക, അവിടെ എന്താണ് അവർ ചെയ്യുന്നതെന്ന് കാണുന്നുണ്ട്. അതിന്റെ കരയിൽ ഏൻ ഗതി മുതൽ ഏൻ എഗ്ലയും വരെ മീൻ പിടിക്കാൻ നിന്ന് വല വീശും. അതിന്റെ മത്സ്യം മഹാസമുദ്രത്തിലെ മത്സ്യം പോലെ വിവിധ ജാതിയായി അസംഖ്യമായിരിക്കും. അസംഖ്യമായ മത്സ്യം ഉണ്ടാകും, ധാരാളമായ മത്സ്യം ഉണ്ടാകും. ഫിഷറി ഡെവലപ്മെന്റ് ധാരാളമായിട്ടുണ്ടാകുമെന്നാണ് ഈ വാക്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ചതുപ്പ് നിലങ്ങൾ 47-11 വായിക്കുക. ചതുപ്പ് നിലങ്ങൾ എന്നാൽ അതിന്റെ ചീറ്റുകണ്ടങ്ങളും കുഴിനിലങ്ങളും പഥ്യമായി വരാതെ ഉപ്പ് പഠനയ്ക്കായി വിട്ടേക്കും. അവിടെ സോൾട്ട് പാൻ, അതാ ഈ മാർഷി ലാൻഡ്സ് സോൾട്ട് പാൻ, ധാരാളമായി ഉപ്പ് ഡെവലപ്പ് ചെയ്യാനുള്ള. നമുക്കറിയാം നദീതീരത്താണ്, സമുദ്രതീരത്താണ് ഉപ്പ് ഉണ്ടാക്കുന്നത്. ആ വിധത്തിൽ മാർഷി ലാൻഡിലെല്ലാം ഉപ്പ് ധാരാളമായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാനത് വായിക്കുമ്പോൾ എനിക്കൊന്നും എന്റെ മനസ്സിലേക്ക് വന്ന അന്ന് ആർക്കും ബ്ലഡ് പ്രഷർ ഒന്നും കാണത്തില്ല. ഇഷ്ടംപോലെ ഉപ്പ് ആൾക്കാർക്ക് ലഭിക്കുന്നതായിരിക്കും എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. എന്ന് മാത്രമല്ല, ഈ കാലഘട്ടത്തിൽ മെറ്റലർജിക്കൽ ഡെവലപ്മെന്റ്, അതാ ലോഹങ്ങൾ, പല വിധത്തിലുള്ള ലോഹങ്ങൾ ഉണ്ടാകും. സ്വർണം വളരെ സുലഭമായി ലഭിക്കും. യെശയ്യാപ്രവചനം 60-17 വായിക്കാം. ഞാൻ താമ്രത്തിന് പകരം സ്വർണം വരുത്തും, ഇരുമ്പിന് പകരം വെള്ളിയും, മരത്തിന് പകരം താമ്രവും, കല്ലിന് പകരം ഇരുമ്പും വരുത്തും. ഞാൻ സമാധാനത്തെ നിനക്ക് നായകന്മാരും നീതിയെ നിനക്ക് അധിപതിമാരും ആക്കും. ഇവിടെ ശ്രദ്ധിക്കാൻ, ഞാൻ താമ്രത്തിന് പകരം സ്വർണം വരും. താമ്രത്തിന് തുല്യമായ സ്വർണം ഉണ്ടാകുമെന്നാണ് അർത്ഥം. ഇരുമ്പിന് പകരം വെള്ളിയും, മരത്തിന് പകരം താമ്രവും, കല്ലിന് പകരം ഇരുമ്പും വരുത്തും എന്ന് പറഞ്ഞാൽ ലോഹം, മെറ്റലർജിക്കൽ ഡെവലപ്മെന്റ് ഇൻഡസ്ട്രി വളരെയേറെ വർദ്ധിക്കും. പുതിയ സംവിധാനത്തോടു കൂടി ഈ അടുത്ത കാലങ്ങളിൽ ഞാൻ വായിക്കുണ്ടായി. അതായത് സ്വർണം മണ്ണിൽ നിന്നും അഥവാ പർവ്വതങ്ങളിൽ നിന്നും ഒക്കെ സ്വർണം എടുക്കുവാനുള്ള പുതിയ പദ്ധതികൾ കണ്ടുപിടിച്ചു വരികയാണ് മനുഷ്യൻ. ആ വിധത്തിൽ കണ്ടുപിടിക്കുമ്പോൾ ധാരാളമായ സ്വർണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ നിന്ന് പുറപ്പെട്ട ഒരു നദിയുടെ തീരത്തെ കുറിച്ച് പറയുമ്പോൾ ആ തീരത്ത് ധാരാളം സ്വർണം ഉണ്ടായിരുന്നു എന്ന് കാണുന്നുണ്ട്. ചില വേദപണ്ഡിതാക്കളുടെ അഭിപ്രായത്തിൽ ആ നദീതീരം അത് വറ്റിപ്പോയി. എന്നാൽ ആ നദീതീരത്തിന്റെ പല ഭാഗങ്ങളിൽ ലോകത്തിലുണ്ട്. ആ നദി ഒഴുകിയ സ്ഥലങ്ങളുണ്ട്. അവിടെ ഇപ്പോഴും സ്വർണമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഒരുപക്ഷെ ആ നദീതീരത്തിൽ നിന്നും സ്വർണം വീണ്ടും കണ്ടെടുക്കുവാൻ സാധ്യതയുണ്ട്. എന്തായാലും ശരി, ഒരു വ്യക്തമാണ്, സ്വർണം വളരെ സുലഭമായി ലഭിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും സഹസ്രാബ്ദ വാഴ്ചയിൽ ഉണ്ടാകുന്നത് എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് നോക്കാം, അന്നത്തെ ജനസംഖ്യ ആരോഗ്യം എങ്ങനെയായിരിക്കും, ആരോഗ്യവും ജനസംഖ്യയും എങ്ങനെയായിരിക്കും. നാം അറിയുന്നത് പോലെ കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കർത്താവിന്റെ വരവിനെ കുറിച്ച് നാം പറയുന്ന മുമ്പ് പ്രാർത്ഥനയിൽ ഓർക്കുകയുണ്ടായി. അതിന് രണ്ട് ഘട്ടങ്ങളാണുള്ളത്. ഒന്ന്, സഭയ്ക്ക് വേണ്ടി വരുന്നു എന്നുള്ളതാണ്. നാം സാധാരണ പറയാറുള്ള മധ്യാകാശത്തിൽ കർത്താവ് വരുന്നു എന്ന് പറയുന്നുണ്ട്. മധ്യാകാശം, ഒരു കാര്യം മനസ്സിലാക്കണം, മധ്യാകാശം എന്നൊരു വാക്ക് വേദപുസ്തകത്തിലില്ല. അത് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. താൻ ആകാശമേഘങ്ങളിൽ വരും, സഭ എടുക്കപ്പെടും. അങ്ങനെ നാം കർത്താവിനോട് കൂടിയായിരിക്കും. അതാണ് സഭയ്ക്ക് വേണ്ടി വരുന്ന വരവ്. അതിനുശേഷം 7 വർഷം പീഡനകാലമാണ്. അഥവാ ഇസ്രായേൽ ദൈവത്തിന്റെ ജനമാണ്. അവരെ വലിയൊരു പീഡനയിലൂടെ, മഹാപീഡനം എന്നൊക്കെ നാം പറയാറുണ്ട്. ആ പീഡനത്തിന്റെ അവസാനത്തിൽ 7 വർഷത്തിന് ശേഷം കർത്താവ് മഹത്വത്തിൽ വരും. മഹത്വത്തിൽ വരുമ്പോഴാണ് കർത്താവ് രാജ്യം സ്ഥാപിക്കുന്നത്, അഥവാ സഹസ്രാബ്ദ വാഴ്ച ആരംഭിക്കുന്നത്. ഈ സത്യം നാം മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. എന്നാൽ
ഈ മഹത്വത്തിൽ വരുന്ന കർത്താവ് വരുന്നത് അർമഗദോൻ യുദ്ധത്തിന്റെ അവസാന ദിവസമാണ്. അർമഗദോൻ യുദ്ധം വളരെ ഭയങ്കര, ലോകം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഭയങ്കരമായ യുദ്ധമായിരിക്കും. ആ യുദ്ധത്തിൽ ബഹുഭൂരിപക്ഷം ആൾക്കാർ മരിക്കും. കുറഞ്ഞ പക്ഷം 1/3 ജനങ്ങൾ മരിക്കുമെന്ന് വ്യക്തമായിട്ട് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. ലോകത്തിലെ 1/3 ജനങ്ങൾ മരിക്കും. ഇസ്രയേലിന്റെ 2/1 ജനങ്ങൾ 2/3 ഭാഗം മരിക്കുമെന്ന് കാണുന്നുണ്ട്. വേണമെങ്കിൽ വായിക്കാവുന്നതാണ്. വെളിപ്പാട് പുസ്തകം നാം വായിക്കുമ്പോൾ 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 17-ാം വാക്യം വായിക്കാം. 9:17. വെളിപ്പാട് ഞാൻ പുസ്തകം. കുതിരകളെയും കുതിരപ്പുറത്തിരിക്കുന്നവരെയും ദർശനത്തിൽ കണ്ടത് എങ്ങനെയെന്നാൽ അവർക്ക് തീ നിറവും രക്തനീലവും ഗന്ധകവർണമായ കവചവും ഉണ്ടായിരുന്നു. കുതിരകളുടെ തല സിംഹങ്ങളുടെ തല പോലെ ആയിരുന്നു. വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും പുറപ്പെട്ടു. വായിൽ നിന്ന് തീയും ഗന്ധവും പുകയും ഗന്ധവും പുറപ്പെട്ടു. അതാണ് ഇന്നത്തെ ആധുനിക ആയുധങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അടുത്ത വാക്യം വായിക്കാം. വായിൽ നിന്ന് പുറപ്പെട്ട തീ, പുക, ഗന്ധകം എന്നീ 3 ബാധയാൽ മനുഷ്യരിൽ 1/3 മരിച്ചുപോയി. 1/3 ജനം മരിച്ചു പോകും. അപ്പോൾ എത്രമാത്രം ഭയങ്കരമായ മരണമാണ് ഉണ്ടാകുന്നത് എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ അവർ ബഹുഭൂരിപക്ഷം മരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. സക്രിയ പ്രവചനം 13-ാം അധ്യായം 8-9 വാക്യം വായിക്കുക. സക്രിയ പ്രവചനം 13-ാം അധ്യായം 8-9 വാക്യം. എന്നാൽ സർവ്വദേശത്തിലും മുന്നിൽ 2 അംശം ഛേദിക്കപ്പെട്ട് പ്രാണനെ വിടും, 1/3 അംശം ശേഷിച്ചിരിക്കും എന്ന യഹോവയുടെ അരുളപ്പാട്. 1/3 അംശം ഞാൻ തീയിൽ കൂടെ കടത്തി വെള്ളി ഊതി കഴിക്കുന്നത് പോലെ അവരെ ഊതി കഴിക്കും, പൊന്ന് ശോധന കഴിക്കുന്നത് പോലെ അവരെ ശോധന കഴിക്കും. അവർ എന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും ഞാൻ അവർക്ക് ഉത്തരമരുളുകയും ചെയ്യും. അവർ എന്റെ ജനമെന്ന് ഞാൻ പറയും, യഹോവ എന്റെ ദൈവമെന്നും അവര് പറയും. ഇസ്രയേലിനെ കുറിച്ചാണ് പറയുന്നത്. ഇസ്രയേൽ ജനത്തിൽ 2/3 ഭാഗം ഛേദിക്കപ്പെടും, 1/3 മാത്രമേ ശേഷിക്കുള്ളൂ. ഇന്ന് റഫായിട്ട് അതിൽ കൂടുതലുണ്ട്. 15 മില്യൺ ജൂസ് ആണ് ഇന്നുള്ളത്. ഇന്നത്തെ കണക്കനുസരിച്ച് നമ്മുടെ 15 മില്യൺസ് അല്പം കൂടെ ഉണ്ട്. ഈ 15 മില്യൺ ജൂസില് എത്ര പേര് മരിക്കും? ഈ നമ്മുടെ ഈ കണക്കനുസരിച്ച് ഏതാണ്ടോ 10 മില്യൺ, 10 മില്യൺ ജൂസ് വിൽ ബി കിൽഡ്. 5 മില്യൺ മാത്രമേ അവശേഷിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ പറയുന്നതിന്റെ അർത്ഥം ഇതാണ്. ഹിറ്റ്ലർ എത്ര പേരെ കൊന്നു എന്നറിയാമോ? ഹിറ്റ്ലർ കൊന്നത് 6 മില്യൺ ജൂസിനെയാണ്. അത് പറഞ്ഞാൽ ഹിറ്റ്ലർ കൊന്ന ജൂസിനേക്കാൾ ഇരട്ടി, ഏകദേശം ഇരട്ടി ആൾക്കാർ ഈ സന്ദർഭത്തിൽ മരിക്കും. ഇത് കേവലം യഹൂദന്മാരുടെ മാത്രമല്ല, സർവ്വലോകത്തിലും ഭയങ്കരമായ മരണമുണ്ടാകും. അതുകൊണ്ട് ഈ പീഡനകാലത്തിന്റെ അന്ത്യത്തിൽ, മഹത്വ പ്രത്യക്ഷതയുടെ അവസാനത്തിൽ, രാജ്യം അഥവാ സ്വർഗരാജ്യം തുടങ്ങുന്നതിന് മുൻപേ, ഈ മില്ലിനിയൽ കിങ്ഡം സഹസ്രാബ്ദ വാഴ്ച ആരംഭിക്കുന്നതിന് മുൻപേ ജനസംഖ്യ വളരെ കുറവായിരിക്കും. ഈ ലോകത്തിലുള്ള ഇന്നത്തെ ജനസംഖ്യ ആയിരിക്കത്തില്ല, ചെറിയ ജനസംഖ്യ ആയിരിക്കും. യശയാപ്രവചനം 24:3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അവിടെ പല ഭൂമി അശേഷം നിർജ്ജനമായും കവർച്ചയായും പോകും. യഹോവയല്ലോ ഈ വചനം അരുളി ചെയ്തിരിക്കുന്നത്. ഭൂമി ദുഃഖിച്ചു വാടിപ്പോകുന്നു, ഭൂതലം ക്ഷയിച്ചു വാടിപ്പോകുന്നു, ഭൂമിയിലെ ഉന്നതന്മാർ ക്ഷീണിച്ചു പോകുന്നു, ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കുന്നു. അവർ പ്രമാണങ്ങൾ ലംഘിച്ച് ചട്ടത്തെ മറിച്ച് നിത്യനിയമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കുന്നു. അതുകൊണ്ട് ഭൂവാസികൾ ദഹിച്ചുപോയി ചുരുക്കം പേർ മാത്രം ശേഷിച്ചിരിക്കുന്നു. അതിന് കാരണങ്ങൾ പലതുണ്ട്. ഒന്ന് പൊല്യൂഷൻ ആണ് പറയുന്നത്. അവരെ ദൈവത്തിന്റെ വ്യവസ്ഥിതികളെ ലംഘിച്ചു, അഥവാ ദൈവം ഭൂമിക്ക് വെച്ച വ്യവസ്ഥിതികളെ ലംഘിച്ചത് കൊണ്ട് പൊല്യൂഷൻ ആരംഭിച്ചത് കൊണ്ട് പൊല്യൂഷൻ മുഖാന്തരം അനേകം പേർ മരിക്കും. ഒടുവിൽ ഈ യുദ്ധത്തിന്റെ അനന്തരഫലമായിട്ട് ചുരുക്കം പേർ മാത്രം അവശേഷിക്കും. 13:12 ഒന്ന് വായിക്കാം. ഞാൻ ഒരു പുരുഷനെ തങ്കത്തെക്കാളും ഒരു മനുഷ്യനെ ഓഫീർ തങ്കത്തെക്കാളും ദുർലഭമാക്കും.
ദുർലഭമാക്കും. കാരണം എന്താണെന്ന് അറിയാമോ? യുദ്ധത്തിൽ മരിക്കുന്നത് പുരുഷന്മാരാണ്. ബഹുഭൂരിപക്ഷം പുരുഷന്മാർ മരിക്കുന്നത് കൊണ്ട് പുരുഷന്മാർ വളരെയേറെ ചുരുക്കമായിരിക്കും എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. സ്ത്രീകൾ ഒരുപാട് പേരുണ്ടാവും, വിധവമാർ ഒരുപാട് ഉണ്ടാവും. നോക്കിക്കേ, ജെറമ്യാ 15:8 വായിക്കുക. അവരുടെ വിധവമാർ കടൽപ്പുറത്തെ മണലിനേക്കാൾ പെരുകി കാണുന്നു. അവരുടെ വിധവമാർ കടൽക്കരയിലെ മണലിനേക്കാൾ പെരുകി. വിധവമാർ ഒരുപാട് ഉണ്ടാവും. കാര്യം അനേക ഭർത്താക്കന്മാർ മരിച്ചു, യുദ്ധത്തിൽ മരിക്കുന്നത് കൊണ്ട് ഈ സഹസ്രാബ്ദ വാഴ്ചയുടെ ആരംഭത്തിൽ ജനസംഖ്യ വളരെ കുറവായിരിക്കും, ചെറിയൊരു ജനസംഖ്യയോടുകൂടി. എന്നാൽ അത് മാത്രമല്ല, അവിടെ പ്രവേശിക്കുന്നവരെല്ലാം നീതിമാന്മാര് മാത്രമേ പ്രവേശിക്കുകയുള്ളൂ. ഒരു ദുഷ്ടനും സഹസ്രാബ്ദ വാഴ്ചയിൽ പ്രവേശിക്കുകയില്ല. അവരെ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ പോലെ സ്വാഭാവികമായ ശരീരത്തോടു കൂടി പ്രവേശിക്കുന്നവരുണ്ട്, രൂപാന്തരപ്പെട്ട ശരീരത്തോടു കൂടി പ്രവേശിക്കുന്നവരുണ്ട്, മഹത്വ സമ്പൂർണമായ ശരീരത്തോടു കൂടി പ്രവേശിക്കുന്നുണ്ട്. എന്നാൽ സ്വാഭാവികമായ മനുഷ്യ ശരീരത്തോടു കൂടി പ്രവേശിക്കുന്നവർ അവർ വിവാഹിതരാകും. അവർ വിവാഹിതരായതുകൊണ്ട് അവർക്ക് അനേക കുഞ്ഞുങ്ങളുണ്ടാകും, ജനസംഖ്യ വളരെയേറെ വർദ്ധിക്കും. യെശയ്യാപ്രവചനം 60:22 വായിക്കാൻ എന്താണ് പറയുന്നത്? ഈ 1000 വർഷം കൊണ്ട് ഭൂമി ജനങ്ങളെ കൊണ്ട് പെരുകുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. കുറഞ്ഞവൻ 1000-ഉം ചെറിയവൻ മഹാജാതിയുമായി തീരും. യഹോവയായ ഞാൻ തക്ക സമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തിക്കും. ചെറിയവൻ ഒരു വലിയ ജാതിയാവും, ചെറിയവൻ വലിയൊരു രാജ്യമായി മാറും. ആരംഭത്തിൽ ഒരാളായിരിക്കും, പക്ഷെ അത് പെറ്റ് ഒരുപാട് പേര് വർദ്ധ, ജനസംഖ്യ വളരെയേറെ വർദ്ധിക്കും. ജനസംഖ്യ വർദ്ധിക്കുന്നു എന്ന് മാത്രമല്ല, ആയുസ് വളരെയേറെ വർദ്ധിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. യെശയ്യാപ്രവചനത്തിൽ നാം വായിച്ചതാണ്, സമയക്കുറവുകൊണ്ട് വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. 65:20 വായിക്കുന്നത്, മനുഷ്യന്റെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസ് പോലെ ആയിരിക്കും. 700, 800, 900 വർഷം മനുഷ്യൻ ജീവിക്കും. സെക്രട്ടറി 8:4 വായിക്കുക, യെരൂശലേമിന്റെ തെരുവീഥികൾ വൃദ്ധന്മാരെ കൊണ്ട് നിറയും. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനിയും യെരൂശലേമിന്റെ വീഥികൾ വൃദ്ധമാരും ഇരിക്കും. വാർദ്ധക്യ നിമിത്തം ഓരോരുത്തൻ കയ്യിൽ വടി പിടിക്കും. വളരെയേറെ വൃദ്ധന്മാരുണ്ടായിരിക്കും. ആയുസ് വളരെ ദീർഘമായിരിക്കും. 700, 800 വർഷങ്ങൾ മനുഷ്യൻ ജീവിക്കും എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുടെ കാലാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവും. അതൊക്കെ വളരെയേറെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്നത്തെ കാലാവസ്ഥ ആയിരിക്കില്ല അന്ന്. ഈ കാലാവസ്ഥയുടെ പരിവർത്തനം കൊണ്ട് ആയുസ് വളരെ ദീർഘമായി തീരും. ആദാമിന്റെ കാലത്ത് നമുക്കറിയാം, ആദ്യ കാലഘട്ടത്തിൽ ജലപ്രളയത്തിന് മുൻപ് ഈ ഭൂമിയുടെ അന്തരീക്ഷം വളരെ വ്യത്യസ്തമായ അന്തരീക്ഷമായിരുന്നു. അതുകൊണ്ട് മനുഷ്യന്റെ ആയുസ് വളരെയേറെ ദീർഘിപ്പിച്ചതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് രോഗവും വളരെ കുറഞ്ഞിരിക്കും. യെശയ്യാ 33:24 വായിക്കാം. എനിക്ക് ദീനമെന്ന് യാതൊരു നിവാസിയും പറയുകയില്ല. അതിൽ പാർക്കുന്ന ജനത്തിന് എനിക്ക് ദീനമെന്ന് ആരും പറയത്തില്ല. വളരെ നല്ലൊരു കാര്യമാണ് അല്ലെ? അസുഖമില്ലാത്ത ഒരു രാജ്യം, ഒരു ലോകം, ഹോസ്പിറ്റലിന്റെ ആവശ്യമില്ലാത്ത, ഡോക്ടർമാരും നഴ്സുമാരും വേണ്ടാത്ത ഒരു രാജ്യമായിരിക്കും അത്. 29:18 വായിക്കാൻ. അന്നാളിൽ ചെകിടന്മാർ പുസ്തകത്തിലെ വചനങ്ങളെ കേൾക്കുകയും കുരുടന്മാരുടെ കണ്ണുകൾ ഇരുളും അന്ധകാരവും നീങ്ങി കാണുകയും സൗമ്യതയുള്ളവർക്ക് യഹോവയിൽ സന്തോഷം വർദ്ധിക്കുകയും. ഇവിടെ നാം കാണുന്നത്, ചെകിടന്മാർ പുസ്തകത്തിലെ വചനങ്ങളെ കേൾക്കും, കുരുടന്മാരുടെ കണ്ണുകൾ തുറക്കും. ഇത് കർത്താവ് വന്നപ്പോൾ ചെയ്ത കാര്യമാണ്. കർത്താവ് രാജ്യം സ്ഥാപിക്കുവാൻ വന്നപ്പോൾ ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ. അത് വീണ്ടും ആവർത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവന്റെ രാജ്യത്തിൽ ചെകിടന്മാരും കുരുടന്മാരും കാണുകയില്ല. അവിടുത്തെ എല്ലാ യെരമ്യാ 30:17 വായിക്കാം. യെരമ്യാ 30:17. യെരമ്യാ 30:17. അവൻ നിന്നെ ഭ്രഷ്ട എന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്നും വിളിക്കൊണ്ട് ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തും എന്ന യഹോവയുടെ അരുളപ്പാട്. ദൈവം ആരോഗ്യം നൽകി. എല്ലാവരും ആരോഗ്യവാന്മാരായിട്ട് അന്ന് ഇരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. ആരോഗ്യത്തിന് വേറൊരു കാരണം കൊണ്ടുണ്ട്. അന്നുള്ള ആ ജീവവൃക്ഷത്തിന്റെ ഇലകൾ അവരുടെ ആരോഗ്യത്തിന് കാരണമാണ്. എസ്കേൽ പ്രവചനം 47:12 വായിക്കുക. എസ്കേൽ 47:12.
എസ്കേൽ 47 നദീതീരത്ത് നദീതീരത്ത് ഇക്കരയും അക്കരയും തിന്മാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും. അവയുടെ ഇല വാടുകയില്ല, ഫലമില്ലാതെ പോവുകയുമില്ല. അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും. അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്കും ഉതകും. അവരുടെ ഇല ചികിത്സയ്ക്കോ എന്ന് പറഞ്ഞാൽ രോഗം അവിടെ ഇല്ല, ആരും രോഗിയാന്ന് പറയുകയില്ല, എന്നാൽ ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഇലകളായിരിക്കും. അതെന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ട് ജീവിക്കുവാൻ സഹായിക്കുന്ന ഇലകളായിരിക്കും എന്ന് വേണം മനസ്സിലാൻ. രോഗം സൗഖ്യമാക്കുന്നു എന്നല്ല, നമുക്ക് ആരോഗ്യപരമായി ജീവിക്കുവാൻ ഈ ഇലകൾ സഹായിക്കും എന്ന് നമുക്ക് ന്യായമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ഇവിടെ അനേക കാര്യങ്ങൾ, പോപ്പുലേഷൻ വളരെയേറെ ഉണ്ടാകും എന്ന് മാത്രമല്ല വളരെയേറെ രോഗമില്ലാത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു കാലഘട്ടമായിരിക്കും ഇത്. എക്കോളജിക്കൽ ചേഞ്ചസ്, പ്രകൃതിപരമായി എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. എക്കോളജി നിങ്ങൾ അറിയാവുന്ന പ്രയോഗമാണ്, ഇന്നെല്ലാം എക്കോ ഫ്രണ്ട്ലി എന്നൊക്കെ നമ്മൾ സാധാരണ കേൾക്കുന്നതാണ്. ആ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള മാറ്റങ്ങൾ എന്തൊക്കെ ഉണ്ടായിരിക്കും. അന്തരീക്ഷത്തിലും ഭൂപ്രകൃതിയിലും അനേക മാറ്റങ്ങൾ ഉണ്ടാകും. ജോഗ്രഫിക്കൽ ആൻഡ് അറ്റ്മോസ്ഫിയറിക് ചേഞ്ചസ് വിൽ ഒക്കർ. ഭൂമിയെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഒറ്റ ഭൂഖണ്ഡമായിട്ടാണ് സൃഷ്ടിച്ചത്. അതിന് ചുറ്റും സമുദ്രമായിരുന്നു. അതാണ് കോണ്ടിനെന്റ്, സിംഗിൾ കോണ്ടിനെന്റ്, ഒറ്റ ആയിരുന്നു. അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇത് ഈ ഭൂമി അത് പൊട്ടി അത് പല കോണ്ടിനെന്റ് ആയിട്ട് മാറി. കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് എന്നാണ് ജിയോളജിസ്റ്റ് അതിനെ കുറിച്ച് പറയുന്നത്. കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് പറഞ്ഞാൽ ഈ ഭൂമി ഇങ്ങനെ പിളർന്ന് അകന്നകന്ന് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് അനേക കോണ്ടിനെന്റുകൾ ഉണ്ടായത്. ഏഷ്യ കോണ്ടിനെന്റ്, നോർത്ത് ആഫ്രിക്ക, സൗത്ത് ആഫ്രിക്ക, സൗത്ത് ഏഷ്യ, സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക, ആഫ്രിക്ക, ഓസ്ട്രേലിയ മുതലായ ഭൂഖണ്ഡങ്ങൾ ഇങ്ങനെ പിരിഞ്ഞു പോയത്. അതെല്ലാം കൂടി യോജിപ്പിച്ച് വെച്ചാൽ ഒറ്റ പീസായിരിക്കും. യോജിപ്പിച്ച് വെച്ച് നോക്കിക്കോ, യോജിപ്പിക്കാതെ. എന്നാൽ ആദ്യമേ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഒറ്റ കോണ്ടിനെന്റ് ആയിരുന്നു. എന്നാൽ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് ഉണ്ടായി, ഭൂമി പിളർന്നു പോയി. പാപത്തിന് അനന്തരമായി നടന്ന കാര്യമാണ്. ഒരുപക്ഷെ ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 25-ാം വാക്യത്തിൽ പറയുന്ന അത് ഒരുപക്ഷെ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റിനെ കുറിച്ചായിരിക്കും പറയുന്നത്. ശ്രദ്ധിക്കുക, അവിടെ പറയുന്നത് പേലകിന്റെ കാലത്ത് നടന്ന ഒരു കാര്യമാണ്. ഏബരിന് 2 പുത്രന്മാർ ജനിച്ചു. ഒരുത്തന് പേലഗ് എന്നു പേർ. അവന്റെ കാലത്തായിരുന്നു ഭൂവാസികൾ പിരിഞ്ഞുപോയത്. ഈ ഭൂമി പിളർന്നു പോയത് അവന്റെ കാലഘട്ടത്തിലായിരിക്കും. ഒരുപക്ഷെ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് ഉണ്ടായത് പേലകിന്റെ കാലത്തായിരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ നാം വേദപുസ്തകം തുറന്ന് ഇത് പുതിയ സഹസ്രാബ്ദ വാഴ്ചയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ഈ ഭൂമിക്ക് വലിയൊരു മാറ്റം ഉണ്ടാകാൻ പോവുകയാണ്. സഹസ്രാബ്ദ വാഴ്ചയിൽ എന്താണോ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റിൽ നടന്ന് പിരിഞ്ഞു പോയത് അത് മടങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. ആന്റി കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമി എല്ലാം അതിന്റെ ഉദാഹരണമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിന്റെ ദൃഷ്ടാന്തമായിട്ട് നമുക്ക് നോക്കാം. മീഖായുടെ പ്രവചനം 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ യെരൂശലേമിന്റെ അന്ത്യകാലത്തെ യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. ജാതികൾ അതിലേക്ക് ഒഴുകിച്ചെല്ലും. അനേക വംശങ്ങളും ചെന്ന് വരുവിൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്കും യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്കും കയറി ചെല്ലാം. അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യും എന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. ഇവിടെ നാം കാണുന്നത് യെരൂശലേം. ഇന്ന് നമുക്കറിയാം എവറസ്റ്റ് ആണ്, മൗണ്ട് എവറസ്റ്റ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതം. എന്നാൽ സഹസ്രാബ്ദ വാഴ്ചയിൽ ഏറ്റവും വലിയ പർവ്വതം യെരൂശലേമായിരിക്കും. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ഭൂപ്രകൃതിയിൽ മാറ്റങ്ങൾ ഉണ്ടായി എന്നർത്ഥം. 2 കോണ്ടിനെന്റ്, 2 പ്ലേറ്റ്സ്, അഥവാ ഈ ഭൂമിയുടെ ടെക്ടോണിക് പ്ലേറ്റ്സ് വന്ന് മുട്ടുമ്പോഴാണ് പർവ്വതം ഉണ്ടാകുന്നത്. അത് വലിയ പർവ്വതമായി മാറണമെങ്കിൽ ഭൂമിക്ക് സാധാരണയിലല്ലാത്ത പല പരിവർത്തനങ്ങളും ഉണ്ടാകും എന്ന് കാണുവാൻ കഴിയുന്നു.
അപ്പോൾ ഭൂപ്രകൃതിയിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടാകും. ഇന്ന് കാണുന്ന ഭൂപ്രകൃതി ആയിരിക്കില്ല. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ആൻ ആന്റി കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് നടന്നതുപോലെ തന്നെ തിരിച്ച് പഴയതുപോലെ ആകാനുള്ള സാധ്യത ഉണ്ട് എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. എന്ന് മാത്രമല്ല, സൂര്യപ്രകാശം വളരെയേറെ വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. യെശയ്യാപ്രവചനം 30:26. യഹോവ തന്റെ ജനത്തിന്റെ മുറിവ് കെട്ടുകയും അവരുടെ അടിപ്പിണർ പൊറുപ്പിക്കുകയും ചെയ്യുന്ന നാളിൽ ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെയാകും. സൂര്യന്റെ പ്രകാശം 7 പകലിന്റെ പ്രകാശം പോലെ 7 ഇരട്ടിയായിരിക്കും. വായിച്ചാൽ നമുക്ക് പേടി തോന്നും. കാര്യം ഇപ്പോഴേ സൂര്യന്റെ പ്രകാശം വളരെയേറെ ബുദ്ധിമുട്ടാണ് നമുക്ക് സഹിക്കാൻ. അത് 7 ഇരട്ടി ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും കഥ, അല്ലേ? ഭയം തോന്നുന്നുണ്ട്. അവിടെ പറയുന്നത് ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം, ഇപ്പോഴത്തെ സൂര്യന്റെ പ്രകാശം പോലെ ആയിരിക്കും. എന്നാൽ ദൈവവചനം വളരെ സത്യമാണെന്ന് എനിക്ക് കാര്യം മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അതിന് കാരണം എന്താണെന്നറിയാമോ? യെശയ്യാപ്രവചനം 4-ന്റെ 4-ന്റെ 5-ഉം 6-ഉം വാക്യം വായിച്ചപ്പോൾ ഇതിന് ഉത്തരം എനിക്ക് കിട്ടി. വളരെ മനോഹരമായി വർണ്ണിക്കുന്ന കാണുക. യെശയ്യാപ്രവചനം 4-ന്റെ 5-ഉം 6-ഉം. യഹോവ സീയോൻ പർവ്വതത്തിലെ സകല വാസസ്ഥലത്തിന്മേലും അതിലെ സഭായോഗങ്ങളിന്മേലും പകലിന് ഒരു മേഘവും പുകയും രാത്രിക്ക് അഗ്നിജ്വാലയുടെ പ്രകാശവും സൃഷ്ടിക്കും. സകല തേജസ്സിനും മീതെ ഒരു വിധാനം ഉണ്ടായിരിക്കും. പകൽ വെയിൽ കൊള്ളാതിരിപ്പാൻ തണലായും കൊടുങ്കാറ്റും മഴയും തട്ടാതിരിപ്പാൻ സങ്കേതവും മറവിടവുമായും ഒരു കൂടാരം ഉണ്ടായിരിക്കും. ദൈവം ഒരു കൂടാരം, ഭൂമിക്ക് ഒരു കൂടാരം ഉണ്ടാക്കും. He is going to make a covering for the earth. ആ എർത്തിന്റെ അതിന്റെ ഉദ്ദേശം എന്താണ് പറയുന്നുണ്ട്? വെയിൽ കൊള്ളാതിരിക്കാൻ. അത് ചില ശാസ്ത്രീയമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ മാത്രമേ അത് ശരിക്കും മനസ്സിലാകുകയുള്ളൂ. ഞാൻ 1-2 മിനിറ്റ് കൊണ്ട് പറയാം. നമുക്കറിയാം, ഇന്നത്തെ ഈ ഭൂമിക്ക് അനേക വിധാനങ്ങളുണ്ട്. അതിലൊന്നാണ് ഓസോൺ അംബർല. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഓസോൺ അംബർല എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഓസോൺ എന്ന് പറയുന്ന ഒരു വലിയൊരു കൂടാരം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു മറവ് ഈ ഭൂമിക്കുണ്ട്, ചുറ്റുമുണ്ട്. ഈ ഓസോൺ അംബർലയുടെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് റേസ് എന്ന് പറയുന്ന ഒരു റേ ഉണ്ട്. സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് റേസ്, ആ അൾട്രാ വയലറ്റ് റേസ് അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ് ഓസോൺ അംബർലയുടെ ഉദ്ദേശം. അൾട്രാ വയലറ്റ് റേസ് എന്ന് പറയുന്ന വളരെ ഹാനികരമായ ഒരു റേ ആണ്, സൂര്യപ്രകാശമാണ്. അത് ഭൂമിയിൽ വന്നാൽ നമ്മൾ പലരും ക്യാൻസർ രോഗികളായി മാറും. സ്കിൻ ക്യാൻസർ ഇപ്പോൾ വർദ്ധിക്കുന്നതിന് കാരണം ഈ അൾട്രാ വയലറ്റ് റേസ് ധാരാളം വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. മനുഷ്യൻ പൊള്യൂട്ട് ചെയ്തത് കൊണ്ട് ഇന്ന് ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ ഈ അൾട്രാ വയലറ്റ് റേസ് ഇപ്പോൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. ഓസോൺ അംബർല എന്ന് പറയുന്നതിന് കിഴുത്ത വീണു എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഒരു കൊടയ്ക്ക് കിഴുത്ത വീണാൽ എന്തായിരിക്കും? വെള്ളം ഒരുപാട് വരും. അതുപോലെ ഇപ്പോൾ ഒരുപാട് അൾട്രാ വയലറ്റ് റേസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ലോകത്തിൽ സ്കിൻ ക്യാൻസർ, ത്വക്ക് ക്യാൻസർ വളരെയേറെ വർദ്ധിക്കാൻ കാരണമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ദൈവം മനുഷ്യന്റെ രക്ഷയ്ക്കായിട്ട് ഒരു കൂടാരം, ഒരു കവറിങ് ഭൂമിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അൾട്രാ വയലറ്റ് റേസ് വരാതിരിക്കാൻ വേണ്ടി. അതുപോലെ സഹസ്രാബ്ദ വാഴ്ചയിൽ ഒരു പ്രത്യേകമായ ഒരു കൊട, ഒരു പ്രത്യേകമായ കവറിങ് ഉണ്ടായിരിക്കും. ആ കവറിങ്ങിന്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, സൂര്യപ്രകാശത്തിൽ നിന്നും വരുന്ന ഇൻഫ്രാറെഡ് റേസ് എന്ന് പറയുന്ന റേസ്. ഇൻഫ്രാറെഡ് റേസ് ആണ് സൂര്യപ്രകാശത്തിൽ നിന്നും ചൂട് ഉൽപ്പാദിപ്പിക്കുന്നത്. നമുക്കെല്ലാം ചൂടുണ്ടാകുന്നത് ഇൻഫ്രാറെഡ് റേസ് കൊണ്ടാണ്. ഇൻഫ്രാറെഡ് റേസ് സൂര്യപ്രകാശത്തിൽ നിന്നും മാറ്റിക്കഴിഞ്ഞാൽ ചൂടുണ്ടാകുകയില്ല. അത് വളരെ കൂളായിരിക്കും, വളരെ തണുത്ത വെളിച്ചമായിരിക്കും, യാതൊരു ദോഷവും ഉണ്ടാകില്ല. ഞാൻ ഇത് വായിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. സൂര്യപ്രകാശം 7 ഇരട്ടി കൂടിയാലും നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ഭൂമിയെ ആവരണം ചെയ്യുവാൻ, അതിനെ രക്ഷിക്കുവാനായി ദൈവം ഒരു പ്രത്യേക കൂടാരം ഉണ്ടായിരിക്കും. അതാണ് യെശയ്യാപ്രവചനം 4-ാം അധ്യായം വായിക്കുന്നത്. അവൻ അതൊരു കൂടാരമിടും. അത് ഇൻഫ്രാറെഡ് റേസ് അബ്സോർബ് ചെയ്യും. ഇൻഫ്രാറെഡ് റേസ് അബ്സോർബ് ചെയ്താൽ യാതൊരു ചൂടും ഉണ്ടാകുകയില്ല. അവിടെ
നാം വെയിൽ കൊള്ളാതെ വണ്ണം നമ്മെ സംരക്ഷിക്കുവാനായി ദൈവം ചെയ്യുന്ന കാര്യപരിപാടിയായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ വേദപുസ്തകം വാസ്തവ ശാസ്ത്രീയ പുസ്തകം അല്ലെങ്കിലും ശാസ്ത്രീയ സത്യങ്ങൾക്ക് ഒരിക്കലും എതിരല്ല. പറഞ്ഞിരിക്കുന്നതെല്ലാം വാസ്തവത്തിൽ അതുപോലെ കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് നോക്കാം, യെശയ്യാ 30-ാം അധ്യായത്തിൽ വായിക്കുന്നു, 7 ഇരട്ടി സൂര്യപ്രകാശം വീഴും. എന്നാൽ ഇവിടെ പറയുന്നു, സൂര്യത്തിന്റെ വെളിച്ചത്തിൽ അതിന്റെ ചൂടിൽ നിന്ന് രക്ഷിക്കുവാൻ ദൈവം അതിന് ചുറ്റും, ഭൂമിക്ക് ചുറ്റും ഒരു കൂടാരം ഉണ്ടാക്കും എന്നാണ് കാണുന്നത്. അത് മാത്രമല്ല, ഭൂമിയിൽ ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറയും. മഹത്വ സമ്പൂർണമായ ഒരു ഭൂമി ആയിരിക്കും അന്ന്. ദൈവത്തിന്റെ തേജസ്, ഷെക്കൈന തേജസ് യെരൂശലേമിൽ ഉണ്ടാവും. ജാതികൾ ആ തേജസ് അന്വേഷിച്ച് യെരൂശലേമിലേക്ക് വരുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. യെശയ്യാപ്രവചനം 24-23 വായിക്കുക. സൈന്യങ്ങളുടെ യഹോവ സിയോൻ പർവ്വതത്തിലും യെരൂശലേമിലും വാഴുകയാലും അവന്റെ മൂപ്പന്മാരുടെ മുമ്പിൽ തേജസ് ഉണ്ടാകയാലും ചന്ദ്രൻ നാണിക്കുകയും സൂര്യൻ ലജ്ജിക്കുകയും ചെയ്യും. ഇത് സൂര്യപ്രകാശത്തെക്കാൾ അതിജീവിക്കുന്ന, അതിനേക്കാൾ അധികമുള്ള ദൈവത്തിന്റെ തേജസ് അവിടെ വരും. ജനങ്ങളെല്ലാം അവിടേക്ക് ആ തേജസ് കാണുവാനായിട്ട്, ഷെക്കൈന ഗ്ലോറി, ആ ദൈവ തേജസ് കാണുവാനായിട്ട് കടന്നു വരും. മാത്രമല്ല, ലോകത്തിൽ അന്ന് പല വിധത്തിലുള്ള ക്ലൈമറ്റ് ഉണ്ടാവും. ക്ലൈമറ്റ് ചേഞ്ചസ് ഉണ്ടാകത്തില്ല. ഉഷ്ണവും തണുപ്പും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. വായിക്കാം, 1-2 സക്രിയ 14:8 വായിക്കാം. 14:8 ജീവനുള്ള വെള്ളം യെരൂശലേമിൽ നിന്ന് പുറപ്പെട്ട് പാതി കിഴക്കേ കടലിലേക്കും പാതി പടിഞ്ഞാറേ കടലിലേക്കും ഒഴുകും. അത് ഉഷ്ണകാലത്തും ശീതകാലത്തും ഉണ്ടാകും. ശ്രദ്ധിക്കുക, ഉഷ്ണകാലത്തും ശീതകാലം എന്ന് പറഞ്ഞാൽ ഈ സഹസ്രാബ്ദ വാഴ്ചയിൽ ഉഷ്ണകാലവുമുണ്ട് ശീതകാലമുണ്ട് എന്ന് കാണുവാൻ കഴിയും. എന്ന് മാത്രമല്ല, 17-ഉം 18-ഉം വാക്യം വായിക്കുമ്പോൾ മഴക്കാലവും ഉണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഉഷ്ണകാലം, ശീതകാലം, മഴക്കാലം, കാലങ്ങളെല്ലാം ഉണ്ടാകും. സീസൺസ് മാറ്റമുണ്ടാകുകയില്ല. സൂര്യനും ചന്ദ്രനും ഉണ്ടാകും. അതുകൊണ്ട് ഈ പറയുന്ന യാതൊരു വിധമായ സീസൺസിന് മാറ്റമുണ്ടാകില്ല. ഉഷ്ണവും മഴയും എല്ലാ കാലങ്ങളും ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട്. പ്രൊഡക്ടിവിറ്റി അഥവാ വളരെയേറെ സസ്യങ്ങൾ ധാരാളമായി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും. ദ പ്രൈമറി പ്രൊഡക്ടിവിറ്റി വിൽ ഇൻക്രീസ്. യെശയ്യാ 35:1-7 വരെ വായിക്കാമെങ്കിൽ നമുക്ക് കാണുവാൻ കഴിയും. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും. നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും കോശത്തോടും കൂടെ ഉല്ലസിക്കും. ലെബാനോന്റെ മഹത്വവും കർമ്മേലിന്റെയും ഷാരോന്റെയും ശോഭയും അതിന് കൊടുക്കപ്പെടും. അവർ യഹോവയുടെ മഹത്വവും നമ്മുടെ ദൈവത്തിന്റെ തേജസ്സും കാണും. തളർന്ന കൈകളെ ബലപ്പെടുത്തുവിൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പിൻ. മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട. ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു. അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കുമെന്ന് പറവിൻ. അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയുമില്ല. അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും. എവിടെ നിന്നെല്ലാം കാണാൻ കഴിയുന്നത് പ്രൊഡക്ടിവിറ്റി അഥവാ സസ്യങ്ങളും വൃക്ഷങ്ങളും ധാരാളമായി ഉണ്ടാകും. മരുഭൂമി മലർവാടിയായി മാറും. അതിന്റെ 51:3 വായിക്കാം. 51:3. യഹോവ സിയോനെ ആശ്വസിപ്പിക്കുന്നു. അവൻ അതിന്റെ സകല ശൂന്യ സ്ഥലങ്ങളെയും ആശ്വസിപ്പിച്ച് അതിന്റെ മരുഭൂമിയെ ഏദനെ പോലെയും അതിന്റെ നിർജ്ജന പ്രദേശത്തെ യഹോവയുടെ തോട്ടത്തെ പോലെയും ആക്കുന്നു. ഇവിടെ പ്രൈമറി പ്രൊഡക്ടിവിറ്റി വളരെ സസ്യങ്ങൾ ധാരാളമായി വർദ്ധിക്കുമെന്നുള്ളതാണ്. മൃഗങ്ങളെ കുറിച്ച് പറയുന്നത് നാം ആദ്യമേ പ്രാരംഭത്തിൽ വായിച്ചു. ആ വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. യെശയ്യാപ്രവചനം 11-ാം അധ്യായമാണ് നാം വായിച്ചത്. അവിടെ മൃഗങ്ങളും എല്ലാം വളരെ ഗൗരവമുള്ള അഥവാ കാർണിവറസ് ആനിമൽസ് ഉണ്ടാകുകയില്ല. സസ്യബുക്കുകൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ, മാംസബുക്കുകൾ ഉണ്ടാകുകയില്ല. എല്ലാ മൃഗങ്ങളും സസ്യബുക്കായിരിക്കും. സിംഹം കാളയെ പോലെ പുല്ല് തിന്നും. വായിക്കാണ് 11:6 വായിക്കാം. ചെന്നായി കുഞ്ഞാടിനോട് കൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോട് കൂടെ കിടക്കും. പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. യാതൊരു വിധത്തിലുമുള്ള വന്യമൃഗങ്ങളുടെ യാതൊരു ദോഷവും ഉണ്ടാകില്ല. കുട്ടികൾക്ക് ടോയ്സ് ഒന്നും മേടിക്കേണ്ട കാര്യമില്ല. അവിടെ പറയുന്നുണ്ട്, പൈതങ്ങൾ എന്ത് ചെയ്യും? അവര് പാമ്പിനെ ഇട്ട് കളിപ്പിക്കും. എന്ന് പറഞ്ഞാൽ പാമ്പ് മതി, ജീവനുള്ള പാമ്പിനെ അവർ കളിപ്പിക്കും. യാതൊരു ദോഷവും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകില്ല. അപ്പോൾ അന്ന് ടോയ്സ് ഒന്നും മേടിക്കേണ്ട ആവശ്യം വരികയില്ല.
അതിന്റെ 65 65 25 വാക്യം വായിക്കുക. 65 25 അതുകൂടെ വായിച്ച് നമുക്ക് നിർത്താം. ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും, സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും, സർപ്പത്തിന് പൊടി ആഹാരമായിരിക്കും. എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ശ്രദ്ധിക്കുക, സിംഹം കാളയെ പോലെ പുല്ലുന്നു, ഒരു ദോഷവും അവന്റെ പർവ്വതത്തിൽ ഉണ്ടാകുകയില്ല. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമായിരിക്കും സഹസ്രാബ്ദ വാഴ്ചയിൽ. ഇനി വളരെയേറെ കാര്യങ്ങൾ പറയുവാനുണ്ട്. നമുക്കിനി ഒരു ക്ലാസ് കൂടെ ഉള്ളൂ. ആ ക്ലാസ്സിൽ ചില കാര്യങ്ങളൂടെ പറഞ്ഞ് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. വിശദമായി പഠിക്കുവാൻ, ധാരാളമായി പഠിക്കുവാൻ വകയുള്ള ഒരു വിഷയമാണ് സഹസ്രാബ്ദ വാഴ്ച. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ്. നാം ഇന്ന് കഷ്ടത അനുഭവിക്കുന്നെങ്കിലും അന്ന് നാം അവനോടുകൂടെ വാഴും. ആ മനോഹരമായ ദിവസത്തെ ഓർത്ത്, ആ മനോഹരമായ വാഗ്ദത്തം അവൻ നമുക്ക് നൽകിയിട്ടുള്ളത് ഓർത്ത് നമുക്ക് അവനെ സ്തുതിക്കാം, അവനെ മഹത്വപ്പെടുത്താം. അതിന് ഈ ആലോചനകൾ മുഖാന്തരം പരിശുദ്ധാത്മാ നമ്മെ സഹായിക്കുമാറാകട്ടെ.